ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ റൈസിന്റെ റെസിപ്പിയും കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു ബുഖാരി റൈസ് ആണ്. നമ്മൾ ഇറച്ചി ചേർക്കാത്തൊരു ബുഖാരി റൈസാണ്, ഒരു പ്ലെയിൻ റൈസാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണിത്. ഇവിടെ മത്താമിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുക. ഞാനൊരു മത്താം സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബസ്മതി അരിയാണ് വേണ്ടത്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തി കപ്സൊക്കെ ചെയ്യുന്ന അതേ അരി തന്നെയാണ്. ബസ്മതി ലോങ് ഗ്രെയിൻ റൈസ് ആണിത്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. 1 കിലോ അരി. ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 തക്കാളിയാണ്. നമ്മളെ ഈ ഒരു സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഞാൻ വെള്ളമൊന്നും കൂട്ടാണ്ട് തന്നെ അരച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു 4 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല, ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4-5 ഏലക്ക, അതുപോലെ തന്നെ 5 ഗ്രാമ്പൂ, ഒരു 3 കഷ്ണം പട്ട. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഇത് കറുത്ത മുന്തിരിയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ ഈ മുന്തിരി ഉള്ളതുകൊണ്ട് ഇതിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇത് നമുക്കൊരു ടേബിൾ സ്പൂൺ വേണം. അതുപോലെ ഉപ്പ് വേണം, ഓയിൽ വേണം. ഓയിൽ നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ മന്തി കപ്സ് അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇതൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ചോറിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചാവുന്ന സമയത്ത് നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് അത്യാവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. മുന്തിരിയും ക്യാരറ്റും ഇതൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്രൗൺ ആണ് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഓയിലിൻ്റെ കളറ് നമ്മുടെ ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ. ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാല, ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റിന്റെ പച്ചമണം പോകോളൊന്ന് വഴറ്റാട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു റൈസിന് നമ്മുടെ ക്യാരറ്റിൻ്റെയും തക്കാളിൻ്റെയും ഒരു കളറാണ് കിട്ടുക. നമുക്കിതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചു വെക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തളിച്ചിട്ടുണ്ട്.
നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് തന്നെ അരി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, പാകമാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലാക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ബുഖാരി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതലിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത്, അപ്പം അരി പൊട്ടിപ്പോവും. ഈ ഒരു നീളം കിട്ടില്ല നമ്മളെ റൈസിന്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബുഖാരി റൈസ് ഒരു ഡിഷ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും മുന്തിരിയും കൂടെ നമുക്കിതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മറ്റേ അറേബ്യൻ റൈസിനെ പോലെ ഒന്നുമല്ല. അധികം സ്പൈസസ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. ഇതിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്കോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നല്ലൊരു റൈസ് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊക്കെ വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ, മറ്റു റൈസിനെ അപേക്ഷിച്ചത് എത്രത്തോളം ടേസ്റ്റിയാണ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അൽഫാം, ഷവായ, ഇതൊക്കെ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.